ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് റീഡിങ്ങിൽ ഞാൻ ഒരു ടോപ്പിക്കും കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെ റീഡിംഗ് പോകുന്നോ അതേപോലെ പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ റീഡിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക എന്താണ് റീഡിങ്ങിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് പറയാൻ പോകുന്നത് എന്ന്. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തോ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യൂ, ഇത് കേൾക്കൂ നിങ്ങൾ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ സംഭവിച്ചത് അതെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ അറിയാം, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ. ഇവിടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങളുടെ ഹൃദയം കരയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തോന്നുന്നു നിങ്ങളിൽ നിന്ന് വിലപ്പെട്ട എന്തോ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ ആലോചിച്ച് കരയുകയാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു കതവ് അടഞ്ഞതുപോലെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ആകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത്, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ആ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ആ വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇല്ല എങ്കിൽ എന്തോ ഒരു പ്ലേസ്, ആ ഒരു പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവേണ്ടി വന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിരുന്നു, അത് അവിടെ നിന്ന് നിങ്ങൾക്ക് മാറേണ്ട അവസ്ഥ വന്നു. ഇവിടെ എന്തായിക്കൊള്ളട്ടെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യം, അത് വ്യക്തിയായിരിക്കാം, സ്ഥലമായിരിക്കാം, എന്തായിക്കൊള്ളട്ടെ, പക്ഷെ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ വിചാരിക്കുക ആദ്യം. നിങ്ങൾക്ക് എന്ത് കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി കരഞ്ഞു, പക്ഷെ ഇനി നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ നല്ല ഒരു പരിണിത ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അതിൽ അപ്പുറം സന്തോഷം ദൈവം നിങ്ങൾക്ക് തരും. ഇവിടെ സമയചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമയത്തിനനുസരിച്ച് നമ്മൾ പോകണം, അല്ലാതെ സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. ഇവിടെ സമയം ഉറപ്പായിട്ടും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. അത് നിങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ നിങ്ങളുടെ ഒരു വഴി അടഞ്ഞു പോയെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഉറപ്പായിട്ടും അതിന് പകരമായിട്ട് ദൈവം മറ്റൊരു വഴി നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വഴികൾ ദൈവം തുറന്നു തരുന്നത് നിയറായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എനിക്കറിയാം, വളരെ ആഴത്തിലുള്ള ദുഃഖമാണ് ഇത്രയും കാലമായിട്ട് നിങ്ങൾ വിഷമിച്ച് തീർത്തത്. ഒരു വ്യക്തിയുടെ ആ ഒരു വിലപ്പെട്ട ഒരു വസ്തു അത് അവരിൽ നിന്ന് വേർപെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമെന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമാണത്. കാരണം അവർക്ക് എല്ലാ വിഷമവും സഹിക്കാൻ പറ്റും, പക്ഷെ ഈ ഒരു വിഷമം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബാലൻസിലല്ല ഉള്ളത്. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, പക്ഷേ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയിലുള്ള ആളാണ്. എത്ര വലിയ ദുഃഖം നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾ അതെല്ലാം സഹിക്കുന്ന ആളാണ്. കാരണം ഈ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ദുഃഖം ഭയങ്കരമായിട്ട് ഓവറിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞാൽ ഈ ഒരു ദുഃഖമായിരിക്കും ഏറ്റവും വലിയ ദുഃഖം നിങ്ങളുടെ ലൈഫിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ബാലൻസ് അല്ലാതെ ആകുന്നത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശാന്തമാകുക. നിങ്ങളൊന്ന് ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സ്വയം നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേയും കാട്ടി നല്ലത് ദൈവം നിങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിഷമിക്കരുത്, ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കൂ. നിങ്ങളൊന്ന് എപ്പോഴും മനസ്സിലിങ്ങനെ പറയുക, എല്ലാം നല്ലതിന് വേണ്ടിയാണ്, എല്ലാം നല്ലതായിട്ട് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും, അങ്ങനെ പറയുക. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും പറ്റുന്നില്ല, എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ദുഃഖത്തെ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഹോപ്പ് ഉണ്ടാകും. ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്നുള്ള ഹോപ്പ് ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു മാറിയ സാഹചര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ചില സമയം നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സമയത്തിന് വിട്ടുകൊടുക്കുക. അത് സമയം അപ്പോൾ നമുക്ക് വേണ്ടി വളരെ നല്ല ഒരു തീരുമാനം കൊണ്ടുവരും. ഇവിടെ നിങ്ങൾക്കൊട്ടും തന്നെ ശാന്തമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ പോയി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ കാല് നിങ്ങൾ പിടിച്ചേക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. എന്നിട്ട് ആ ഒരു കാലിൽ പിടിച്ച് നിങ്ങളുടെ എന്ത് വിഷമമാണോ അത് പറഞ്ഞ് കരഞ്ഞ് തീർക്കുക നിങ്ങൾ.
എന്നിട്ട് പറയുക, എൻ്റെ മനസ്സും ഹൃദയവും ശാന്തമാവണം, എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്ന് ശാന്തമായേ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണോ അവർ തന്നെ അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് കൊണ്ടുതരും നിങ്ങളുടെ മുന്നിൽ. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഹീലാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഇത്രയും വലിയ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നതിന് നന്ദി എന്ന്. ഇനി ഇത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിയോട് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക. അവരോട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയുക. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ അടുത്ത വ്യക്തി. ഇല്ല എങ്കിൽ അനുലോം വിലോം ചെയ്യുക. അത് നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നതാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പോകുന്ന വഴി ശരിയാണ്, പക്ഷേ ഈ ഒരു ദുഃഖം അതാണ് നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയാണ് എന്ത് സംഭവിച്ചത് നല്ലതിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ആര് തന്നെ മാധ്യമമായാലും നിങ്ങൾ ഹീൽ ചെയ്യുന്നത് യൂണിവേഴ്സ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം യൂണിവേഴ്സിനെ കൊണ്ടേ നിങ്ങളെ ഹീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് നിഷ്പ്രാണനായിട്ടിരിക്കുകയാണ് നിങ്ങൾ. പക്ഷേ ഇനി ഈ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പ്രാണം വന്നതുപോലെ, ജീവൻ വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പുറമേ നല്ല ചിരിയും കളിയും എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഇത്രയും വേദനയും വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ശരീരം നല്ല വൃത്തിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് വേർപെട്ട അവസ്ഥയാണ്. അതായത് ആത്മാവിനെ തന്നെ 5-6 പീസുകളാക്കി വയ്ക്കത്തില്ലേ, അതേപോലത്തെ അവസ്ഥയിലാണ് നിങ്ങളുടെ ആ ഒരു ആത്മാവ് ഇപ്പോൾ ഉള്ളത്. അത്രമാത്രം വേദന. ചിലർക്ക് ആത്മാവ് ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല, അത്രയ്ക്കുള്ള ആ ഒരു വിഷമം. ഇവിടെ നിങ്ങൾ ഒന്നും ദൈവത്തിനോട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ദൈവം നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇവിടെ ഇനി നിങ്ങൾ കാണൂ, ഇമ്പോസിബിളിനെ പോലും പോസിബിൾ ആക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ രീതി. കാരണം ഇത്രമാത്രം വേദന നിങ്ങൾ സഹിച്ചില്ല. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിളാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ ഒരു മിറാക്കിൾ നിങ്ങൾ ഉറപ്പായിട്ടും ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇത് യൂണിവേഴ്സിൻ്റെ ആ ഒരു കൃപയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നേരെയാകുന്നതായിട്ട് കാണാൻ സാധിക്കും, നല്ല രീതിയിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ 2013 തൊട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിലല്ല, അതായത് അപ്പോൾ തൊട്ടാണ് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റാർട്ടായത്. ഇവിടെ 13 നമ്പറിനോട് നിങ്ങൾക്ക് പേടിയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2013 നിങ്ങൾക്ക് പല ആൾക്കാർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായ സമയമാണ്. ഇല്ലെങ്കിൽ 13 ഡേറ്റ് ആയിരിക്കാം. ഈ ഒരു 13 നമ്പർ കണക്റ്റായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് നമ്പർ 4 ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ 4-ാം തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ ഏപ്രിൽ മന്ത് ആയിരിക്കാം. ഇവിടെ ഈ ഒരു സമയത്തിന് അടുത്തായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു, വലിയ കാര്യം. ആ ഒരു കാര്യം സംഭവിച്ചതിലൂടെയാണ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ വരാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. ഇവിടെ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ മോശമാക്കാം, അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് 70 എന്ന് പറഞ്ഞ നമ്പർ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ആ നമ്പർ കാണുന്നതിൻ്റെ ഇതെന്തെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് ആരോ നിങ്ങളെ ക്കെതിരായിട്ട് നീങ്ങുന്നുണ്ട്. അതിന് ഒരു ഇതായിട്ടാണ് ആ ഒരു നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പക്ഷേ നിങ്ങൾ അപ്പോൾ അത് വിശ്വസിച്ചില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ ആ ഒരു സാഹചര്യവും വളരെ നോർമലായിരുന്നു, മോശം സാഹചര്യവും അല്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ ആരോ ഓരോ ഷഡ്യന്ത്രങ്ങൾ രചിക്കുകയാണ് എന്ന്. ഇല്ലെങ്കിൽ എന്തോ ഒരു അപകടം നിങ്ങൾക്കെതിരെ വരാൻ പോകുകയാണ്, അങ്ങനെ എന്തോ നിങ്ങളുടെ ആത്മാവിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ മോശം സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല, ഇഗ്നോർ ചെയ്തു. നിങ്ങളുടെ മുന്നിൽ ഉള്ള സാഹചര്യം നല്ലതായതുകൊണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തോന്നിയതുപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുകയും ചെയ്തു.
കാരണം നിങ്ങളുടെ ആ ഒരു സ്ഥിതി വളരെ മോശമാകുന്ന രീതിയിലേക്ക് പോയ ആ ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ ചില ആൾക്കാരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം ഈ ഇന്ന വ്യക്തികൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇത്രമാത്രം തകർന്നു പോയത് എന്ന്. ഇവിടെ ഈ വ്യക്തികളുടെ ഇൻറ്റൻഷൻ എന്തായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവം ഒരിക്കലും ഇവരെ വെറുതെ വിടത്തില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ അത്രമാത്രം തകർച്ചയിലേക്കാണ് ഇവർ വിട്ടത് നിങ്ങളെ. ഇവർ ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിനെ തകർക്കണമെന്ന്. പക്ഷെ ഈശോൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെയൊക്കെ ഉള്ളത് കൊണ്ട് ഇമ്പോസിബിളിനെ പോലും ദൈവം പോസിബിളാക്കി മാറ്റി. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുമ്പോൾ ഇവർക്ക് ഒട്ടും തന്നെ അത് സ്വീകരിക്കാൻ സാധിക്കത്തില്ല. അതെങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ദൈവം കൊണ്ടുതരും. അത്രമാത്രം നല്ലൊരു അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നം പോലെയായിരിക്കും തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും സ്വപ്നമാണെന്ന് വിചാരിക്കേണ്ട. ഉറപ്പായിട്ടും സംഭവിക്കും അത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മുന്നത്തെ ആറ്റിറ്റ്യൂഡാണോ? ഒരിക്കലും അല്ല. ഇപ്പോൾ നിങ്ങൾ ഏത് മോശം സാഹചര്യമായാലും അതിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിൽ ചേഞ്ചസ് വന്നത്. മുന്നേ നിങ്ങളുടെ ലൈഫിൽ നല്ല സ്ഥിതിയായിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു എൻ്റെ ലൈഫിലെല്ലാം നല്ലതായിട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ പെട്ടെന്ന് ആ ഒരു സ്ഥിതിയിൽ മാറ്റം വന്നു, നിങ്ങളുടെ സ്ഥിതി മോശമായി. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ ഒരു മോശം സ്ഥിതി അനുഭവിച്ചിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഒരിക്കലും ഒരു മോശം സ്ഥിതിയല്ല, നോർമൽ സ്ഥിതിയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു സൈഡ് ദുഃഖവും ഒരു സൈഡ് സന്തോഷവും അതുകൊണ്ട് നിറഞ്ഞതാണ് ലൈഫ്. ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയണം. അതിനു വേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫ് വന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമാകുന്നതാണ്. ഇവിടെ എന്ത് ഏഞ്ചൽ നമ്പർ കണ്ടാലും ഒരു നമ്പറും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി കാണുന്നതല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് അവർ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ സാഹചര്യം മോശമാണ്. പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ ഇമ്പ്രൂവ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഈ വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇനി ഈ ഒരു വ്യക്തികളുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ തന്നെ ആലോചിക്കും, ഏത് വ്യക്തി കാരണമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം സഹിക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും. എന്നിട്ട് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് ഒന്ന് ഉറയ്ക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി കൂടുതലായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിലേക്ക് കൂടുതലായിട്ട് പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു എനർജി നെഗറ്റീവ് ആവണമെന്ന്. പക്ഷേ അങ്ങനെ ചിന്ത വരുന്നു നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ചിന്ത കേന്ദ്രീകരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്നു, അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിക്കാകുന്നു. പിന്നെ അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ. അപ്പം നിങ്ങളുടെ ഒരു എനർജി അങ്ങനെയാണ്. പെട്ടെന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുന്നതൊക്കെ നിർത്തുക. ഇവിടെ ഇങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതലായിട്ട് എനർജി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ ചില എനർജീസ് നമുക്ക് പ്രഭാവം കൊണ്ടുവരും, ചിലത് പ്രഭാവം കൊണ്ടുവരത്തില്ല. ഇവിടെ നിങ്ങളാണ് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അത് കാണുന്നത് നിർത്തുക. നിങ്ങൾ ഒരിക്കലും ലൈഫിൽ ഗീവ് അപ്പ് ചെയ്യാൻ പോകരുത്. നിങ്ങളുടെ ലൈഫിലെ ദുഷ്ട ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് വിട്ട് പോകുന്നതാണ്. അവർ കാരണം നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ പോകരുത്. ഇവിടെ ആരൊക്കെയാണോ നിങ്ങളുടെ കൂടെ മോശം ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവുന്നതാണ്.
നിങ്ങൾക്ക് സ്വന്തം വീട്, നിങ്ങൾക്ക് മാരേജ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ്, ഇല്ലെങ്കിൽ മാരേജിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, അവരുമായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രശ്നം എന്തായിക്കൊള്ളട്ടെ, അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ പോകെ പോകെയാണ് ഇതിൽ നല്ലത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പതുക്കെ പതുക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ അവരോട് പോരാടും. പക്ഷേ ഒന്നിന് പകരം 3ഉം 4ഉം ആൾക്കാരാകുമ്പോൾ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ വേറൊന്ന് ചിന്തിക്കുക, നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഒരാൾ മാറി ഇപ്പോൾ 4ഉം 5ഉം ആൾക്കാർ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെ തകർക്കണമെങ്കിൽ ഇത്രയും പേര് ഒന്നിച്ച് വന്നാലേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരാൾ മതി ഇവരോടെല്ലാം പോരാടാൻ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ശക്തി നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ അവരുടെ ശക്തി നിങ്ങളിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു ശകുനിയല്ല, ഇത്രയും ശകുനികൾ ചേർന്നാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഒരു ശകുനികളെ എല്ലാം തകർക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണോ വലിയ രീതിയിൽ സംഭവിച്ചത്, അവിടെ നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ പോകരുത്. അതായത് നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് കാരണമായ സാഹചര്യം, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം, അവിടെ നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ പോകരുത്. ഇവിടെ ഈശ്വരനറിയാം എത്ര ആൾക്കാർ ചേർന്നാണ് നിങ്ങളുടെ ലൈഫിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന്. ഇവിടെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നു. അതായത് ലൈഫിൽ ജീവിക്കണമോ വേണ്ടയോ ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു കയ്യിൽ പൈസ ഉണ്ടെങ്കിലും എന്തിന് ജീവിക്കണം, എന്തോന്ന് ജീവിതം ഇത്, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട അവസ്ഥ വന്നു നിങ്ങൾക്ക്. അതായത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവർ അടുത്തുണ്ടെങ്കിലല്ലേ ആ ഒരു പൈസ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമുണ്ട്. അവരുടെ സന്തോഷവും കൂടെ കാണുമ്പോഴല്ലേ നമുക്ക് ഹാപ്പി ആകുന്നത്. ഇവിടെ നിങ്ങളെ സ്നേഹിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ, അവിടെ നിങ്ങൾ ശൂന്യമായ അവസ്ഥയിലാണ്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നും ഒന്നുമില്ല, ശൂന്യമാണ് എന്ന്. പക്ഷേ ആ ഒരു സ്ഥലത്ത് ഈശ്വരന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഒരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും ദൈവം നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ കൊണ്ടുവരും. എന്തിനാണ്? നിങ്ങൾ അത്രമാത്രം വിഷമിച്ചു, ഇനി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും, ജഡ്ജ്മെൻ്റ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, ഈ ഈക്വാലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ഒരു നല്ല വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻട്രി ആവുന്നതാണ്. നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് എല്ലാം ശൂന്യമായ അവസ്ഥ, ഒന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള ശൂന്യമായ അവസ്ഥയിലാണ് ദൈവം ഇതെല്ലാം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഈശ്വരൻ്റെ കളി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയത്തില്ല നമുക്കടുത്ത് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന്. നമ്മുടെ ലൈഫിൽ വരുന്ന ആ ഒരു സംഘർഷങ്ങളും വിഷമങ്ങളും കാരണം നമ്മൾ ആ ഒരു സാഹചര്യം അങ്ങ് യൂസ്ഡായി പോയിക്കൊണ്ടിരിക്കും. അതായത് ഒരു സാഹചര്യം മോശമാകുന്നു, വീണ്ടും അത് ശരിയാകുന്നു, വീണ്ടും മോശമാകുന്നു, വീണ്ടും ശരിയാകുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധിക്കപ്പുറം നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു മോശം സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ദൈവം ഉണ്ടാക്കത്തില്ല. ഇവിടെ നിങ്ങൾ പോലുള്ള ഒരു ഒരു സാഹചര്യം കണ്ടിട്ട് ഇങ്ങനെ ഗിവ് അപ്പ് ആയാൽ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ നോ പറയുന്ന കാര്യം നിങ്ങൾ യെസ് എന്ന് പറഞ്ഞ് ചെയ്ത് കാണിക്കുക. അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്ത് മോശം സാഹചര്യമായാലും മറ്റുള്ളവർ നോ പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ ഇൻഫിനിറ്റിയുടെ സൈൻ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പെട്ടെന്ന് ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നു, പെട്ടെന്ന് അത് നിങ്ങളിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനൊരു അവസ്ഥ ഇനി ഉണ്ടാവത്തില്ല. എന്ത് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും അത് ലൈഫ് ടൈമിലത്തേക്ക് വേണ്ടിയായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പാറ്റേൺ ആണോ പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു പാറ്റേണിനെ അവസാനിപ്പിച്ചു ദൈവം.
ഇവിടെ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വിഷമിക്കുന്നത്, ജോബ് ഇല്ലാത്തത് കൊണ്ടോ, ഇല്ല എങ്കിൽ മാരേജിൻ്റെ പ്രശ്നം, ഇല്ല എങ്കിൽ ഹൗസ് സ്വന്തമായിട്ട് വീടില്ല അങ്ങനെ പ്രശ്നം, ഇനി ഫിനാൻഷ്യൽ മാറ്റർ ക്യാഷ് ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം, കുടുംബത്തിലെ ആ ഒരു സാഹചര്യം മോശമാണ്, അവിടെ എല്ലാത്തിനും ക്യാഷാണ് വേണ്ടത് കുടുംബത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. ഇവിടെ സ്വന്തം ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഉള്ള പ്രശ്നം എന്തായിക്കൊള്ളട്ടെ എല്ലാം നേരെയാകും. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ഇന്ന് മോശം അവസ്ഥയിലാണെങ്കിൽ അത് ഉറപ്പായിട്ടും നാളെ നേരെയാകും. നല്ല ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മോശം സാഹചര്യം വന്നോട്ടെ അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് നമ്മൾ സന്തോഷം സ്വന്തമാക്കും. ഈ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ വയ്ക്കേണ്ടത്. ഇങ്ങനൊരു സ്വഭാവം നിങ്ങളിൽ ഉണ്ട്. അത് ഇനി നിങ്ങൾക്ക് പ്രകൃതിയുടെ ആശീർവാദം, ഈ ഒരു യൂണിവേഴ്സിൻ്റെ ആശീർവാദം ഇതെല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ ഈ തെറ്റുകൾ ചെയ്ത ആ ഒരു വ്യക്തികൾക്ക് അവരുടെ കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് മാറി വരുന്നത് നിങ്ങൾ കാണുക. അതിനുവേണ്ടി നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. നിങ്ങളൊന്നും ചിന്തിക്കാനോ ഒന്നും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ 777 നമ്പർ നിങ്ങൾ കൂടുതലായിട്ടും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. അതായത് വ്യക്തികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഈശ്വരന് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഫീലാകും, അതെ ദൈവമാണ് എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്തത് എന്ന്. നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല അത്ഭുതപ്പെടുന്നത്, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുന്ന മറ്റുള്ളവരും ഇത് കാണുമ്പോൾ അത്ഭുതപ്പെടും. അതായത് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും നല്ലൊരു ഹാപ്പിനെസ്, അതെന്തെങ്കിലും നിങ്ങൾക്ക് ദൈവം തരും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥന ചെയ്യൂ. അതായത് മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കണം. അതായത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മിറാക്കിൾ സംഭവിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ സമയം നിങ്ങളെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റും. ഇവിടെ നിങ്ങൾ മുന്നേ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച സാഹചര്യങ്ങൾ, അതായത് അത് നിങ്ങളെ തന്നെ തകർത്ത് കളഞ്ഞു. ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. അപ്പം നിങ്ങളുടെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം മാറി നിങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി, തകർന്നു പോയി. അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു തകർച്ചയുടെ ആ വക്കിൽ നിന്ന് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു മാറിയ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ദൈവമേ, കഴിഞ്ഞ സമയമൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന്. കൂടാതെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം, സംസാരിക്കുന്ന രീതി, അതിലൊക്കെ ഒരു മാറ്റം വരും. ഒരു ശാന്തത നിങ്ങൾക്ക് ഫീലാകുന്നതാണ്. നമ്മുടെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെയധികം പോസിറ്റീവാണ് എങ്കിൽ നമുക്ക് പല നല്ല മാറ്റവും അറിയാൻ സാധിക്കും. ഫസ്റ്റ് നമ്മുടെ ആ ഒരു ദേഷ്യമായിരിക്കും മാറുന്നത്. പെട്ടെന്ന് നിങ്ങൾ ശാന്തമാകുന്നു, ദേഷ്യം വളരെയധികം കൺട്രോൾ ആകുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി, അറിവ് അതിൽ കൂടുതലായിട്ടും വൃദ്ധി ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, വിദ്യ വിനയം കൊണ്ടുവരുന്നു, അതേപോലെ നിങ്ങളിൽ ഒരു വിനയം ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാകും. പുതിയ പുതിയ കാര്യങ്ങൾ ഇനി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ കുറേ ആൾക്കാർ പറയാറുണ്ട്, നമ്മളെ മുന്നിൽ ഒരു സമയം ചുമ്മാ ഉണ്ട് എങ്കിൽ ആ സമയം നമ്മൾ ഒരിക്കലും മോശം കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുക, നല്ല കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുക. അതായത് പല പുതിയ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്താണോ പഠിച്ചത് അത് എവിടെയാണ് നമുക്ക് ഉപയോഗം വരണതെന്ന് അറിയാൻ പറ്റത്തില്ല. ആർക്കേഞ്ചൽ മൈക്കിള് നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, അവരിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരും. ഇവിടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവണമെങ്കിൽ കുറച്ച് മ്യൂസിക് കേൾക്കുക. മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നതാണ്. ഇവിടെ പതുക്കെ പതുക്കെ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ആ ഒരു ചേഞ്ചസ് നിങ്ങൾ അബണ്ടൻസിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് വിഘ്നങ്ങളില്ല. നിങ്ങളുടെ കരിയറിൽ നല്ല ഒരു സഫലതയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ മനസ്സെപ്പോഴും ഇനി പ്രസന്നമായിട്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് പേരും പ്രസിദ്ധിയും എല്ലാം തരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു കണ്ണിലെ ആ ഒരു തിളക്കം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്.
ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ ലീഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. എല്ലാ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളത് സമ്മതിക്കത്തില്ല. എൻ്റെ ഇല്ല അതിനുള്ള സൊല്യൂഷൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഉണ്ടത്. ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഫെതേഴ്സ് നിങ്ങൾ വൈറ്റ് കളർ ഫെതേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ നിങ്ങൾ 17 നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആ നമ്പർ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. കുറച്ചൊന്ന് നെഗറ്റീവ് ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങൾ കൂടുതലായിട്ടും പോസിറ്റീവ് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഫീൽ ആകുന്നു നെഗറ്റീവായിട്ടുള്ള എനർജി എൻ്റെ കൂടെ ഉണ്ട്, ഉള്ളിലുണ്ട് എന്ന്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ നിങ്ങളെ തന്നെ. കാരണം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നിട്ടും സംശയമാണ് എങ്കിൽ നിങ്ങൾ നമ്മുടെ പട്ടിയൊക്കെ ഉണ്ടല്ലോ, പട്ടിക്ക് ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുത്തു നോക്കൂ. അത് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഇല്ല. ഇല്ലെങ്കിൽ പശുവിന് കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾക്ക് കൊടുത്തു നോക്കുക. അവർ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഇല്ല. ചില ഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ടൊക്കെ അങ്ങനെ തോന്നും നമുക്ക്. ഇവിടെ എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ടാണ് എങ്കിൽ വെള്ള കളർ ചന്ദനമില്ല, അത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് മുന്നിൽ അത് വയ്ക്കുക. എന്നിട്ട് എന്നും രാവിലെ കുളിച്ചിട്ട് ആ ഒരു ചന്ദനം കുഴച്ച് നെറ്റിയിലിടുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഓവർ തിങ്കിങ് ചെയ്യുന്നത് കുറയ്ക്കുക. ഗിൽറ്റ് ഉണ്ടാവുന്നത് കുറയ്ക്കുക. യെല്ലോ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക വസ്ത്രം. ഇതുവരെ മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ലഭിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഒത്തിരി അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൈസ ഒത്തിരി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ ബൈ ബൈ പറഞ്ഞ് വിട്ടു. ഇനി നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ്. ടവർ മൂവ്മെൻറ്റ് പോയി എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആ ഒരു മറന്നുപോയ ആ ഒരു ചിരി വീണ്ടും നിങ്ങളുടെ മുഖത്ത് വരും. അതായത് നിങ്ങൾ ചുമ്മാ ചിരിക്കും. അതായത് ഒരു കാര്യമില്ലെങ്കിലും ആ ഒരു ചിരി നിങ്ങളുടെ മുഖത്ത് വരും. അതൊക്കെ ആ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്നുള്ള സൂചനയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി സന്തോഷമാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.